ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന ഭയങ്കര ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു മാസ്കാണ് ഡേം ഡോക്കിൻ്റെ പീലിംഗ് ഫുഡ് മാസ്ക് എന്ന് പറയുന്നത്. ഭയങ്കര ട്രെൻഡിങ് ആണ്. അപ്പോൾ അതിൻ്റെ റിവ്യൂസൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും, അടിപൊളിയായിരിക്കും. കാരണം ആ പുറത്തുള്ള സ്കിന്നൊക്കെ പോയി കഴിയുമ്പോൾ കാലൊക്കെ നല്ല ഭയങ്കരമായിട്ട് വെട്ടിത്തിളങ്ങി. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കേ, ആ കാലിലെ തൊലി നമ്മൾ സ്വാഭാവികമായിട്ട് പോകണമെന്നാണ് നമ്മുടെ ശരീരത്തിൽ തല മുതൽ കാല് വരെയുള്ള സ്കിന്ന്. അത് ചാവുമ്പോൾ അത് തനിയെ ഇളകി പോകണതാണ്. അതിനാണ് നമ്മൾ ഡെഡ് സ്കിൻ എന്ന് പറയുന്നത്. ആ ഡെഡ് സ്കിന്ന് തനിയെ ഇളകി പോകണതാണ്. അതിനെന്തിനാണ് ചുമ്മാ വലിച്ചു പറിച്ച് കളയണത്? അത് പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, സെൻസിറ്റീവ് സ്കിന്ന് ആരും ഉപയോഗിക്കരുത്, 12 ദിവസം കൊണ്ട് ആ സ്കിന്നൊക്കെ റിമൂവായി അത് പോവും, അതിനെക്കുറിച്ച് പേടിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോഴ്സ്ഫുള്ളി ആയിട്ട് നമ്മളത് വലിച്ചു പറിച്ചെടുക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. ആയിരിക്കാം. എന്നാലും അത് ഓരോ റിവ്യൂസ് കാണുമ്പോൾ തന്നെ നമുക്ക് പേടി തോന്നും. അത്രയും ആ സ്കിന്ന് നല്ലപോലെ ഭയങ്കര കട്ടിക്കാണ് ഇളകി വരുന്നത്. അപ്പം കുറച്ച് അല്പമായിട്ട് ഇളകി വന്നാലും ഇത്രയും പേടി വരില്ലായിരുന്നു. അപ്പോൾ എനിക്ക് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, ആ സ്കിന്ന് പോയി കാല് നല്ല വെട്ടിത്തിളങ്ങാനായിരിക്കും, നല്ല മോയ്സ്ചറായിട്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതിനെന്തെല്ലാം വഴികളുണ്ട്. പക്ഷെ പതുക്കെ നമ്മൾ നാച്ചുറലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ നമുക്ക് മാറി കിട്ടുള്ളൂ, ആ ഡെഡ് സ്കിന്നൊക്കെ മാറി കിട്ടുള്ളൂ. പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ വെട്ടിത്തിളങ്ങണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ചെയ്ത് കാലിലെ പുറത്തുള്ള തൊലിയൊക്കെ വലിച്ചൂരി കളയാനേ പറ്റുള്ളൂ. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ഇത് ഭയങ്കര ഭയം തോന്നിക്കുന്ന ഒരു പരിപാടിയായിട്ട് തോന്നും. കാരണം അത്രയും കട്ടിയായിട്ട് ആണ് തൊലി ഇളകി വരുന്നത്. അതൊക്കെ വാങ്ങാൻ താല്പര്യമാണെങ്കിൽ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം, ഒരു കുഴപ്പവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലതായിരുന്നാലും ചീത്തയായിരുന്നാലും അത് നിങ്ങൾ തന്നെ അനുഭവിക്കണം. ചുമ്മാ എന്തിനാണ്, നല്ലൊരു കാലല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാം, ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളെ പൈസ, നിങ്ങളെ കാല്. അത് നല്ലതായിരുന്നാലും ചീത്തയായിരുന്നാലും നിങ്ങളായിരിക്കും അനുഭവിക്കുന്നത്. മിക്ക റിവ്യൂസിലും നെഗറ്റീവ് ഒന്നും പറയണ കണ്ടിട്ടില്ല. കാരണം അതൊക്കെ ചുമ്മാ കൊടുക്കുന്നതായിരിക്കും അവർക്ക്, പെയ്ഡ് പ്രൊമോഷൻ എന്തെങ്കിലും ആയിരിക്കും. അത് എന്ത് തന്നെ ആയിരുന്നാലും കാണുമ്പോൾ നല്ല സുഖമായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തൊരു പ്രോഡക്റ്റ് ആയിരുന്നാലും ട്രെൻഡിങ് അല്ലെങ്കിൽ വൈറൽ എന്നൊക്കെ പറഞ്ഞ് വരുന്ന എന്ത് പ്രോഡക്റ്റ്, എന്ത് സാധനമായിരുന്നാലും ചിന്തിച്ചിട്ട് വാങ്ങിക്കണം. അത് അവർ മെൻഷൻ ചെയ്തിരുന്ന കാര്യങ്ങൾ നല്ലപോലെ വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് വേണം വാങ്ങാൻ.